ക്രെഡിറ്റ് സൊസൈറ്റികളുടെയും ബാങ്കുകളുടെയും തരികിട ഇനി നടക്കില്ല. സംസ്ഥാനത്തെ മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് സൊസൈറ്റികളുടെയും സഹകരണ ബാങ്കുകളുടെയും തരികിട ഇനി നടക്കില്ല. നിക്ഷേപകർ ആവശ്യപ്പെടുന്ന നിമിഷം പണം തിരികെ നൽകുവാൻ സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ ബാധ്യസ്ഥരാണെന്ന് ഹൈക്കോടതി വിധി പ്രസ്താവിച്ചു. ബാങ്ക് നഷ്ടത്തിലായതോടെ കാലാവധി പൂർത്തിയായ സ്ഥിര നിക്ഷേപങ്ങൾ പോലും മടക്കി കിട്ടുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി പാല കിഴതടിയൂർ സർവീസ് സഹകരണ ബാങ്കിനെതിരെ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് ഹർജി പരിഗണിച്ചത്. ഹർജി ഏപ്രിൽ 11 മാറ്റി. ഇത് ഒറ്റപ്പെട്ട വിഷയമല്ലെന്നും സഹകരണ മേഖലയുൾപ്പെടെ ബാങ്കിംഗ് മേഖലയെ മൊത്തത്തിൽ ബാധിക്കുന്നതാണെന്നും കോടതി വിലയിരുത്തി. നിക്ഷേപകരുടെ പണം തിരികെ നൽകുവാൻ കഴിഞ്ഞില്ലെങ്കിൽ സാഹചര്യം വളരെ മോശമാകും. ഒരു ബാങ്കിന് ഇളവ് അനുവദിച്ചാൽ ഭാവിയിൽ എല്ലാ ബാങ്കുകളും ഇത് ദുരുപയോഗം ചെയ്യും. അത് എല്ലാ നിക്ഷേപകരെയും സാരമായി ബാധിക്കും. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് വെല്ലുവിളിയാകുമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിരീക്ഷിച്ചു. ദശാബ്ദങ്ങളായി CPM ഭരിക്കുന്ന കിഴതടിയൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ വൻതുക വായ്പയെടുത്ത് കുടിശ്ശിക വരുത്തിയതോടെയാണ് ബാങ്ക് നഷ്ടത്തിലായത്. ഇതോടെ കൂടുതൽ നിക്ഷേപകർ പണം പിൻവലിക്കുവാനെത്തി. എന്നാൽ നിക്ഷേപം തിരികെ നൽകാനാവാത്ത സ്ഥിതി എത്തി. നഷ്ടത്തിലായതോടെ ബാങ്കിൻ്റെ ഒട്ടേറെ അനുബന്ധ സ്ഥാപനങ്ങൾ പൂട്ടി. ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം നൽകാനാവാത്ത സ്ഥിതിയുമായി. ജീവനക്കാരെല്ലാം CPM പ്രവർത്തകരോ പാർട്ടി അനുഭാവികളോ കുടുംബാംഗങ്ങളോ ആയതിനാൽ ശമ്പളം ലഭിച്ചില്ലെങ്കിലും അതിൻ്റെ പേരിൽ പരാതി ഉയരുന്നില്ല. അടുത്തയിടെ ഏതാനും ഈടുവസ്തുക്കൾ ലേലം ചെയ്താണ് തൽക്കാലം പിടിച്ചു നിൽക്കുന്നത്. ഇത് കിഴതടിയൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ മാത്രം അവസ്ഥയല്ല. ഇടതുപക്ഷവും കോൺഗ്രസും ഭരിക്കുന്ന ഒട്ടുമിക്ക എല്ലാ സഹകരണ ബാങ്കുകളുടെയും അവസ്ഥയിത്. പലതും പൊട്ടി, മറ്റു ചിലത് ഏത് നിമിഷവും പൊട്ടും എന്ന അവസ്ഥയിലാണ്. ബാങ്കിൻ്റെ ഭരണസമിതിയിലുള്ളവർ ബിനാമികൾക്കും കടലാസ സംഘടനകൾക്കും കോടികളാണ് വായ്പ നൽകിയിരിക്കുന്നത്. പല പല തരികടകളും കാണിച്ചാണ് ഇത്രയും കാലം പിടിക്കപ്പെടാതെ പോകുന്നത്. പല സഹകരണ ബാങ്കുകളിലും കോടികളുടെ മുക്കുപണ്ടം വെച്ച് തന്നെ ശതകോടികളുടെ ഗോൾഡ് ലോൺ കൊടുത്തിട്ടുണ്ട് എന്നതാണ് വിവരം. ഭരണസമിതി മുഴുവൻ തീവട്ടിക്കൊള്ളയ്ക്ക് ഒരുമിച്ച് നിൽക്കുന്നതിനാൽ ഇതൊന്നും പുറത്തു വരാറില്ല എന്ന് മാത്രം. ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ഉൾപ്പെടെ പൊട്ടലിൻ്റെ വക്കിലാണ് എന്നറിഞ്ഞപ്പോൾ ഇടപാടുകാർ പണം തിരികെ ചോദിച്ചപ്പോൾ പലരോടും 30 ദിവസം 40 ദിവസം എന്നൊക്കെ അവധി പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോവുകയാണ് എന്ന് നിരവധി നിക്ഷേപകർ i2 ന്യൂസിനെ വിളിച്ച് പരാതി പറഞ്ഞിരുന്നു. അവർക്കെല്ലാം ആശ്വാസം നൽകുന്നതാണ് ഹൈക്കോടതിയുടെ ഈ വിധി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.